ഒരു ഓപ്ഷൻ ബൈ ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ഭയങ്കര പേടി, ഭയങ്കര ഗ്രീഡ്, എല്ലാം കൊണ്ടും നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവും. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ബൈയിൽ മാത്രമല്ല, ഓപ്ഷൻ സെല്ലും അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിലെല്ലാം ഇത് എല്ലാ ബിഗിനേഴ്സിനെയും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഏതൊക്കെയാണ് ഇമോഷൻസ് എന്ന് അറിഞ്ഞാൽ പോലും അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പല ആളുകൾക്കും കൃത്യമായിട്ട് അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്ഷൻ ബൈ ട്രേഡിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് ഏതൊക്കെ ഇമോഷൻസ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ഓപ്ഷൻ ബൈ ട്രേഡർ ആകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഹായ് ഓൾ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്ഷൻ ബൈയിലെ ഇമോഷൻ കൺട്രോളിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് ആണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ പൊസിഷണൽ ട്രേഡിൽ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻട്രാഡേ ട്രേഡിൽ ഞാൻ കുറേ നാളുകളായിട്ട് ഓപ്ഷൻ ബൈ ആണ് പരീക്ഷിക്കുന്നതും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഞാനിവിടെ കഴിഞ്ഞ എൻ്റെ 2 മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇയർ എൻഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള P&L സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബൈയിൽ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ ഇമോഷണൽ കൺട്രോളിങ് ഫാക്ടേഴ്സ് എങ്ങനെ ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം എന്നെല്ലാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റുന്ന നമ്മുടെ വീഡിയോ സീരീസ് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇമോഷൻ കൺട്രോളാണ്. ഒരു സക്സസ്ഫുൾ ഓപ്ഷൻ ബയ്യർ ആകണമെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിരിക്കണം. ഏതൊക്കെ ഇമോഷൻസ് ആണ്? ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിയർ, പേടി എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. ഈ പേടി ഒരു പക്ഷേ നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന ലോസ് കൊണ്ടാകാം, അല്ലെങ്കിൽ തൊട്ട് ഇന്ന് ചെയ്ത ഫസ്റ്റ് ട്രേഡിൽ നിന്നൊരു ലോസ് ഒക്കെ നമ്മളെന്ത് ചെയ്യാം, പേടിപ്പെടുത്തണം. അല്ലെങ്കിൽ നമുക്ക് പൈസ നഷ്ടപ്പെടുത്താനുള്ള ഒരു ഫിയർ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഫിയർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം അത് ചെറിയ ലോസിലോട്ട് പോകുമ്പോൾ തന്നെ പേടിച്ച് എക്സിറ്റ് ചെയ്യുകയും, ചെറിയ പ്രോഫിറ്റിലോട്ട് പോകുമ്പോൾ തന്നെ അയ്യോ എനിക്ക് ഈ കിട്ടിയ പ്രോഫിറ്റ് പോകുമോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് എക്സിറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരെല്ലാം ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ഫിയർ എന്ന് പറയുന്നൊരു ഇമോഷനാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രീഡി എന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റൊക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് വിചാരിച്ചിട്ട് പ്രോഫിറ്റ് ഒന്നും കൃത്യമായിട്ട് ബുക്ക് ചെയ്യാതെ ഇരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും ബുക്ക് ചെയ്ത് ബാക്കി ഹോൾഡ് ചെയ്യാനെങ്കിലും അവർ തയ്യാറാവില്ല. ഫുൾ പൊസിഷൻസിനെ കയ്യിൽ വയ്ക്കും. എന്നാൽ പെട്ടെന്നൊരു റിജക്ഷനോട് കൂടി ഫുൾ പ്രോഫിറ്റ് ഇല്ലാതെയും. അതുപോലെ തന്നെ ഉള്ള ആൾക്കാർ കൃത്യമായിട്ടുള്ള കണ്ടീഷനൊന്നും ഇല്ലാതെ എല്ലാ മാർക്കറ്റും മുകളിലോട്ട് പോകുന്ന കാണുമ്പോൾ ചാടി കയറും അല്ലേ. നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായാലോ എന്നുള്ളൊരു ഫിയർ കൊണ്ട് അവർ ട്രേഡ് എടുക്കാറുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ ഗ്രീഡും ഫിയറും നമുക്ക് വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ഇത് രണ്ടും കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് കപ്പാസിറ്റിയും പൊസിഷൻസും വേണം. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള 2 മെത്തേഡ് ഞാൻ പറഞ്ഞതുപോലെ പൊസിഷൻ സൈസും അതുപോലെ തന്നെ റിസ്ക് റിവാർഡും ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. എന്ത് ചെയ്യുക? ഇഫ് കണ്ടീഷൻ എഴുതുക. അതായത് 9:15 മാർക്കറ്റ് ഇന്നതുപോലെയാണെങ്കിൽ ഞാൻ ഇന്ന പോലത്തെ ട്രേഡ് എടുക്കും എന്നുള്ള റൂൾസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിയറിനെയും ഗ്രീഡിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രേഡ്സിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ഓപ്ഷൻ ബയർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പേഷ്യൻസ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഓപ്ഷൻ ബൈ ട്രേഡ് ടൈം ഡീക്കെ നമുക്ക് എതിരായിട്ട് എപ്പോഴും ഉണ്ടാകും അല്ലേ. അപ്പം മാർക്കറ്റിൽ നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഓപ്ഷൻ്റെ പ്രീമിയം ഡീക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യസമയത്ത് കയറി കൃത്യസമയത്ത് ഇറങ്ങിയില്ല എങ്കിൽ നമുക്ക് ടൈം ഡീക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഓപ്ഷൻ ബയർ എപ്പോഴും വളരെ പേഷ്യൻ്റോട് കൂടിയിരിക്കണം അല്ലേ. ഒരു സിംഹമോ പുലിയോ ഒക്കെ ഇങ്ങനെ ഒളിച്ചിരുന്ന് അതിൻ്റെ കൃത്യസമയത്ത് ചാടി വീഴുന്നത് പോലെ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മുടെ ആ ഒരു കറക്റ്റ് മൊമെൻറ്റത്തിൻ്റെ സമയത്ത് കൃത്യമായി എൻട്രി ചെയ്ത് ആ ഒരു മൊമെൻറ്റം തീരുന്ന സമയത്ത് കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഉണ്ടാകണം. ഈ ഒരു പേഷ്യൻസ് ഇല്ലാതെ രാവിലെ 9:15 തന്നെ ഏതെങ്കിലും ഒരു ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല ദിവസങ്ങളിലും പെട്ടുപോകാറുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാരാണ്. ഞാൻ ഒത്തിരി ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്കും അത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒത്തിരി പ്രാവശ്യം
വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവറേജ് ചെയ്ത് ആവശ്യമില്ലാത്ത പ്രോഫിറ്റ്സ് ഒക്കെ നമ്മൾ പോക്കറ്റിലോട്ട് വലിച്ചു കയറ്റി വെക്കും. അതിന് പകരം കുറച്ചുകൂടിയും ഒരു ക്ലാരിറ്റി ഓഫ് ട്രെൻഡ് കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പേഷ്യൻസ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പേഷ്യൻസ് വേണം എന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. മൂന്നാമത്തെ കാര്യം നമ്മൾ ആദ്യത്തെ കാര്യമായിട്ട് വളരെ ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് ഡിസിപ്ലിനായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് എത്ര രൂപ ലോസ് വരണം, എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് വരണം, അതുപോലെ തന്നെ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡർ ആകാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾ ചാടിക്കയറി ബൈ എടുക്കും. ഫൈൻ. ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾ ചാടിക്കയറി പുട്ട് ബൈ എടുക്കും. അങ്ങനെ ഓരോ ക്യാൻഡിൽ കാണുമ്പോഴും നിങ്ങളുടെ ഡിസിഷനിൽ ഡബിൾ മൈൻഡിൽ നിങ്ങളിങ്ങനെ ഡിസിഷൻസ്. നിങ്ങൾ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നമ്മൾ ഒരു ഗോളിലോട്ട് അടിക്കാനായിട്ട് ഇങ്ങനെ കാലിൽ വരുന്ന സമയത്ത് നമുക്കൊരു സെക്കൻഡ് തോട്ട് ഒരു ഡിസിഷൻ എടുക്കാതെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും ഗോൾ പോകാനുള്ള സാധ്യതയില്ല. എന്തിനാ? നമ്മളൊരു ബാഡ്മിൻ്റൺ കളിക്കുന്ന ആ ഒരു പ്ലെയർ ആണെങ്കിൽ പോലും നമുക്ക് സ്മാഷ് ചെയ്യാനായിട്ടൊരു കോക്ക് കിട്ടുന്ന സമയത്ത് സ്മാഷ് ചെയ്യണോ അതോ ടോസ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഷോട്ട് പ്രോപ്പറായിട്ട് പോവില്ല. ഇത് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ പെർഫെക്റ്റ് ഡിസിഷൻ എടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഡിസിപ്ലിൻ നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? കോൺഫിഡൻസ്. വളരെ കോൺഫിഡൻസോട് കൂടി ട്രേഡ് ചെയ്ത് കൃത്യസമയത്ത് കയറാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ ബൈയിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ എല്ലാ കണ്ടീഷൻസും കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രേഡിലോട്ട് എൻട്രി ചെയ്യാനുള്ള കോൺഫിഡൻസ് വേണം. ഫൈൻ. ആ കോൺഫിഡൻസ് വരുന്നത് പല ഫാക്ടേഴ്സിൽ നിന്നാണ്. നമുക്ക് എത്ര രൂപയുടെ ലോസ് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്ര, പ്രോഫിറ്റ് എത്ര വരെ കിട്ടും, ഇതിൻ്റെ റിസ്ക് റിവാർഡ് നമുക്ക് അനുകൂലമാണോ, ഈ റിസ്ക് ലെവൽ എൻ്റെ ക്യാപിറ്റലിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. പിന്നെ കോൺഫിഡൻസ് കൂടി നമ്മൾ ഓവർ കോൺഫിഡൻസ് ആകരുത്. കാരണം എന്താണ്? അടുപ്പിച്ചൊരു 5 ദിവസം പ്രോഫിറ്റ് കിട്ടുമ്പോൾ പല ആൾക്കാരും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസിനും ഞങ്ങളുടെ കാറ്റിൽ പറത്തും. കഴിഞ്ഞ 5 ദിവസം എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നല്ലോ, ഇനിയെങ്കിൽ ഞാൻ എൻ്റെ ക്യാപിറ്റലിനെ മാക്സിമം ഉപയോഗിച്ചാൽ ഇന്ന് എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ദിവസം റിസ്ക് റിവാർഡും അതുപോലെ തന്നെ പൊസിഷൻ സൈസൊക്കെ തെറ്റിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുകയും വലിയ ലോസ് മേടിക്കുകയും കോൺഫിഡൻസ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുകയും ചെയ്യും. കോൺഫിഡൻസ് ചെറിയ പ്രോഫിറ്റ്സിൽ നിന്ന് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ക്യാപിറ്റലും കൂട്ടി വന്ന് കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിൽ പോയാൽ മാത്രം ബിൽഡാകുന്ന ഒരു സാധനമാണ് അല്ലേ. പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ 500 കോടി രൂപ എടുത്ത് തന്നിട്ട് ഓക്കെ നിങ്ങൾ പോയി ഇൻട്രാഡേ ട്രേഡ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര ആൾക്ക് ചെയ്യാൻ പറ്റും? കമൻറ്റ് ചെയ്യൂ. ഞാനൊരു 500 കോടി രൂപ തരാൻ റെഡിയാണ്. നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ റെഡിയാണോ? ഉറപ്പാണ് പലരും ചെയ്യാൻ ട്രൈ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് ഒറ്റയടിക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ത് വേണം? നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ആകേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ 1 ലക്ഷം രൂപയോ 50,000-നോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് അത് 10ആയി, 10 50ആയി, 50 1 കോടി രൂപയായി. ഈ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നാൽ മാത്രമേ വലിയൊരു ക്യാപിറ്റലിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് ടോളറൻസ് ആണ് അല്ലേ. റിസ്ക് ടോളറൻസ് ആണ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് 50,000 രൂപ മന്ത്ലി സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൊരു 5,000 റുപ്പീസ് എനിക്കൊരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ട്, എനിക്കൊരു ദിവസം മാക്സിമം ഒരു 10,000-ഓ 20,000-ഓ നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ 10,000 റുപ്പീസ് മാത്രം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റോപ്പ് ലോസുകളോ അല്ലെങ്കിൽ ആ അത്രയും രൂപയുടെ മാത്രം ഓപ്ഷൻ ബൈയോ ചെയ്ത് കൃത്യമായിട്ട് റിസ്ക് ടോളറൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്, ഞാൻ 1 കോടി രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ ഒരു ദിവസം 5 lakhs റുപ്പീസ് മാത്രമേ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുള്ളൂ. ബാക്കി 95 ലക്ഷം രൂപയും ഞാൻ എന്ത് ചെയ്യും? വെറുതെ വെച്ചിരിക്കുകയാണ് അല്ലേ. only 5 lakhs മാത്രം യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നു. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എനിക്ക് മാക്സിമം നഷ്ടപ്പെട്ടാലും എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എമൗണ്ട് എത്രയാണ്? ജസ്റ്റ് 5 lakhs റുപ്പീസാണ്. ഒരു കുഴപ്പമില്ല, എനിക്ക് അടുത്ത ദിവസം വന്ന് വീണ്ടും ട്രേഡ് ചെയ്യാം. ഒരു ദിവസം ഓപ്ഷൻ ബൈ ചെയ്ത് ഫുൾ ക്യാപിറ്റൽ എന്തായാലും നഷ്ടപ്പെടില്ല. അതിൻ്റെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 30 to 40% ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ.
അപ്പോൾ നമ്മുടെ മാർക്കറ്റ് വ്യൂ കൂടിയും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയി നമ്മുടെ ടൈമിംഗ് കൂടി പെർഫെക്റ്റ് ആകുകയാണെങ്കിൽ നമുക്കൊരു 10%, 25% മാക്സിമം റിസ്ക് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ യൂസ്ഡ് ക്യാപിറ്റലിൽ 10 to 25% റിസ്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ ആറാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയേണ്ടത് ഒബ്ജക്റ്റീവ്ലി ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്താണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ എടുത്തത് നമ്മുടെ ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് വേറെ ഒരാൾ പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പറയുകയാണ്, ഓക്കെ എനിക്ക് ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് താഴത്തോട്ട് പോകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ കോൾ ബൈ എടുത്ത് വെച്ചിരിക്കുകയായിരിക്കും. അയ്യോ, അപ്പോൾ സുനിൽ ബൈ ആണല്ലോ പറയുന്നത്, ഞാൻ സെല്ലാണല്ലോ, സുനിൽ സെല്ലാണല്ലോ പറയുന്നത്, ഞാൻ ബൈ ആണല്ലോ ചെയ്തിരിക്കുന്നത്, ചാടിക്കൊരു എക്സിറ്റ് ചെയ്യുന്നു. ഒരു പക്ഷേ ഞാൻ ഒരു മേജർ സിങ്ങിനെ ആയിരിക്കും ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങൾ അതിൻ്റെ ഇടയിലുള്ള ഒരു മൈനർ ട്രെൻഡിനെ ആകാം. ഇങ്ങനെ പല രീതിയിലുള്ള ആളുകൾക്കിടെ വ്യൂ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിസിഷനെ മാറ്റരുത്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ബൈ പൊസിഷൻ എടുത്തു, നമ്മളൊരു കോൾ ബൈ ചെയ്തു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിനോട് മൽപ്പിടുത്തം നടത്തരുത്. എന്താണ്, നമ്മൾ ഒരിക്കലും നമ്മുടെ പൊസിഷനുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കരുത്. നമ്മുടെ കയ്യിൽ കോൾ ഓപ്ഷൻ ബൈ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാർക്കറ്റ് എപ്പോഴും മോളിൽ പോകണമെന്ന് ചാൻസസ് ഇല്ല. നമ്മുടെ കണ്ടീഷൻസും നമ്മുടെ റൂൾസും നമ്മുടെ കണ്ടീഷൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു കോൾ ഓപ്ഷനിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് വീണ്ടും എല്ലാ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്തുകൊണ്ട് ഓക്കെ മാർക്കറ്റ് മുകളിലോട്ടാണോ താഴത്തോട്ടാണോ എന്ന് റീചെക്ക് ചെയ്ത് ഒരു ഡൗൺ സൈഡ് എൻട്രി ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് എൻട്രി എടുക്കാൻ നമുക്ക് സാധിക്കണം. രാവിലെ ഞാൻ ബുള്ളിഷ് ആയിരുന്നു എന്നതുകൊണ്ട് വൈകുന്നേരം 3:30 വരെ ഞാൻ ബുള്ളിഷ് ആയിട്ട് ഇരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇല്ല. വളരെ സിസ്റ്റമാറ്റിക്കലി വളരെ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്ത് പോകാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈയിൽ പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഞാൻ ഇത്രയും ടോപ്പിക്സ് പറഞ്ഞത് അല്ലെങ്കിൽ ഇത്രയും പോയിന്റ്സ് പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോനെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഓപ്ഷൻ ബൈയിലെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ടോക്സിന് കൂടെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ വളരെ കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് വെറും 7,999 രൂപയ്ക്ക് ഇപ്പോൾ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.